ഡാഡി ഒരു വലിയ വലിയ മനുഷ്യനായിരുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, വലിയ പ്രസ്ഥാനം, ബൈബിൾ കോളേജുകൾ, കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അല്ല, ഞങ്ങള് ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിയതമ്പി വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ സുവിശേഷം കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ബിജുവിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് കൈകാര്യം ചെയ്താൽ മാത്രം മതിയല്ലോ. ഞാനൊന്നും മാറാൻ താമസിക്കും. ഒരു സെക്കൻഡ് പോലും ദൈവമുണ്ടോ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അങ്ങനെ ഒരു സംശയങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എല്ലാ ദിവസവും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പിന്നെ എന്നാ സംശയം ഉണ്ടാകുന്നത് അല്ലേ? ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാനും ഒരു ഡബിൾ ലൈഫ് ജീവിക്കാൻ. വീട്ടിൽ വരുമ്പം ഭക്തിയും കാര്യമെല്ലാം ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ഭക്തി അങ്ങനെ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ആക്ടിങ് ആണ്. കാരണം ആക്ട് ചെയ്തില്ലെങ്കിൽ നടക്കത്തുള്ളൂ. അപ്പനും അമ്മയ്ക്ക് നടക്കേടാണ്. അപ്പൊ നമുക്ക് പാസ്റ്റർമാരുടെ മക്കളെല്ലാം റൈറ്റ് ലാംഗ്വേജ് എല്ലാം പഠിക്കുമല്ലോ. സമാജത്തിന് വരുമ്പോ എങ്ങനെ ഇരിക്കണം, പ്രവാചകൻ വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം നമ്മൾ എക്സ്പേർട്ടായി. എന്നെ പ്രതി പലരും പറയാൻ തുടങ്ങി, ആദ്യം പോലെ നന്നാക്ക്, എന്നിട്ട് ഞങ്ങളോട് പ്രസംഗിക്കുന്നു പലരും പറയാൻ തുടങ്ങി. പിന്നെ പലരും പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ പോയാൽ റെഡി, നല്ല നമ്മളെ നന്നാക്കാൻ പറയാൻ തുടങ്ങി. നീ ഇങ്ങനെ പോയ മദ്രാസിനെ മോനെ പോലാണ്, പുള്ളി പാസ്റ്ററുടെ മോനാണ്. അപ്പൊ ഞാനും ഓർത്തു, ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയതാണ് തീർന്നേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് യേശുവായിട്ട് ഡിസ്റ്റർബ്ഡ് ഞാൻ ചോദിച്ചു, കർത്താവേ, ഇഫ് യു ആർ ഗോഡ്, യു ആർ ഗുഡ്, യു ആർ ലവ്, ഇഫ് യു ആർ ഓൾമൈറ്റി, ഇതെല്ലാമാണെന്ന് എനിക്കറിയാം, ഇത് സംശയം. പക്ഷെ എന്തുകൊണ്ട് കർത്താവ്? അപ്പൊ എന്നോട് മറുപടി ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നീ വരുന്നില്ല? അത് ഭയങ്കരമായിട്ട് വിചിന്തിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് കുറെ ഗിഫ്റ്റ് കിട്ടി. 10,000 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരാൾ എനിക്ക് 10,000 രൂപ ഗിഫ്റ്റ്. പുള്ളിക്കാർക്ക് ഓൾറെഡി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അടുത്ത ദിവസം ഇവിടെ വെച്ച അടുത്ത ദിവസം വന്നിട്ട് ആ 10,000 രൂപയുടെ കാര്യം നമുക്കൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നമ്മളത് പോയി അവിടെ ആലോചിക്കേണ്ടത് ആരെയാണ് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കും. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാസ്റ്റർ ബിജു തമ്പിയുടെ കൂടെയാണ്. പാസ്റ്റർ ബി എ തമ്പി, മറിയാമ്മ തമ്പി ദമ്പതികളുടെ സീമന്തപുത്രൻ. ഇപ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററുടെയും ഭാര്യയുടെയും കുടുംബത്തിൽ അവരുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. ബാല്യം മുതൽ ഒരാൾക്കൂട്ടത്തിന്റെ നടുവിൽ, കർത്താവ് എപ്പോഴും ജനക്കൂട്ടത്തിന്റെ നടുവിലായിരുന്നെന്ന് പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് പാസ്റ്റർ ബി എ തമ്പിയുടെ മക്കൾ വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ ഒരു ദീർഘമായ കാര്യങ്ങൾ ഈ ചെറിയ പ്രായത്തിനിടയിൽ പറയാനുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ പ്രധാനം, പിതാവിന്റെ മരണാനന്തരം സഭയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ 50 വർഷം പൂർത്തിയാകുകയാണ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സ്ഥാപിതമായിട്ട്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ പ്രവർത്തനങ്ങളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങളുണ്ട്. വളരെ വിശാലമായ നിലയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ ലീഡർഷിപ്പിലേക്കും വന്നിരിക്കുന്നു. പാസ്റ്റർ ബി എ തമ്പിയുടെ ആ ലെഗസി അതുപോലെ പിന്തുടർന്ന് ഇതിനൊരു പുതിയ നിലയിലേക്ക് ഇതിനെ വളർത്താനുള്ള ഒത്തിരി സാധ്യതകൾ മുന്നിലുണ്ട്. എന്താണ് ഇപ്പോൾ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറയാനുള്ള, മനസ്സിൽ തോന്നുന്ന കാര്യം പറയാം? എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. സങ്കുടിച്ചാരികളുടെ നന്ദിയുണ്ട്. സങ്കുടിച്ചാൻ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ പാസ്റ്റർ ബി എ തമ്പിയുടെ ലെഗസി, അത് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ ലെഗസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1961 പാസ്റ്റർ ബി എ തമ്പി രക്ഷയിലേക്ക് വരുമ്പോൾ തന്റെ ഹൃദയത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരൊറ്റ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു വ്യക്തി പോലും, ഒരു ഗ്രാമം പോലും സുവിശേഷം കേൾക്കാൻ അവസരം കിട്ടാത്തവരുണ്ടാകുന്നത്. ഓരോ ഗ്രാമങ്ങളിലും യേശുവിന് സുവിശേഷം എത്തണം, എല്ലാ ഭാഷകളുടെ ഇടയിലും സുവിശേഷം എത്തണം. അപ്പം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ്, അതിലൂടെ മരണശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു പ്രസ്ഥാനമാണോ, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതിന്റെ കോറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദിസ് ഇസ് വാട്ട് വി റിയലി വാണ്ട് ടു ടേക്ക് ഫോർവേഡ്. അപ്പം ഇന്ന് എന്റെ ലീഡർഷിപ്പിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ, ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ടേക്കിംഗ് പീപ്പിൾ ഫോർവേഡ്.
എന്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം, ഈ ഒരു ഉദ്ദേശ നിർവഹണത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും കാതലായ കാര്യം. അപ്പൊ അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്റെ ഫോക്കസ് ഞാൻ ചെറുതാൻ ആഗ്രഹിക്കുന്നത് യൂത്ത് ആൻഡ് ചിൽഡ്രൻ. കാരണം അടുത്തൊരു 15 to 20 years കഴിയുമ്പം എനിക്ക് 54 വയസ്സായി. ഓക്കെ, ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഞാൻ ഉള്ള സമയത്ത് എന്തായിരിക്കണം എന്നുള്ളതല്ല. ഞങ്ങളെ കർത്താവ് വിളിച്ചു കഴിയുമ്പോൾ അടുത്തത് എങ്ങനെ കർത്താവിന്റെ പരിപാടി താമസിച്ചാൽ ഈ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യും. ഒരു ഫൗണ്ടർ ഉള്ളപ്പം ഒത്തിരി സിസ്റ്റംസിന് ആവശ്യം വരുന്നില്ല. ഫൗണ്ടർ ജീവനുള്ളതും എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഐറിഷുകാരൻ പ്രോഫറ്റ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, അതിന്റെ ഭയങ്കര ചിന്തിച്ചു. പുള്ളി പറഞ്ഞു, എവറി ചർച്ച് ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പ്രോഫറ്റ് ആൻഡ് എൻഡ് വിത്ത് ദ പോലീസ്മാൻ. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആ പ്രൊഫറ്റിക് എലമെന്റ് നിങ്ങൾ ശരിയായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ വരുമ്പോൾ കുറച്ച് പോലീസുകാരുടെയിലാണ്. അപ്പൊ അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഫൗണ്ടർ പോയി കഴിയുമ്പോഴത്തേന് ആ ഒരു പ്രൊഫറ്റിക് എലമെന്റ് കർത്താവിന്റെ വരവ് വരെയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സിസ്റ്റംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഒരു ഏറ്റവും വലിയ പാസ്റ്റർ വി എ തമ്പിയുടെ ഒരു ദർശനം. ആ ദർശനത്തെ അതേ ഗ്രാവിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് എല്ലാവർക്കും തോന്നിയേക്കാം. എങ്കിലും നിങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു, ഈ പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു, നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ തന്നെ ഇപ്പം ഒരു ലീഡർ സ്ഥാപിച്ച സഭകൾ, ഇങ്ങനെ ഇതുപോലെ ഒത്തിരി സഭകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ലീഡറുടെ കാലഘട്ട ശേഷം ഇത് പലതും എന്ത് ചെയ്തിട്ടുണ്ട്, അസ്തമിച്ചു പോയിട്ടുണ്ട്. അത് നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ട് നിൽക്കും. അപ്പൊ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തകർച്ച ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ പാസ്റ്റർ വി എ തമ്പിക്ക് ലഭിച്ച ആ ദർശനത്തിന്റെ ഒരു പൂർണ്ണമായ പിന്തുടർച്ച ഉണ്ടാകും. അപ്പൊ അത് അത്രയും ആഴത്തിൽ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചു, അതാണ് നല്ലൊരു ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആൾക്കൂട്ടത്തിനിടയിൽ ജയിച്ചു വളർന്നു. ഞങ്ങളുടെ വീട്ടിൽ ആശുപത്രി പോലെ, പ്രത്യേകിച്ച് ചേരാശ്ശേരി ഇവിടെ അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഡോർ ഓപ്പൺ ആണ്. ഏത് തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വരും. രോഗികൾ, മാനസിക രോഗികൾ, ഭൂതം ബാധിച്ചവർ, അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം. അപ്പോൾ ചില സമയത്തൊക്കെ 100 പേരൊക്കെ ഉണ്ട് ഇവിടെ 1000 കഴിച്ചു അപ്പോയിന്റ്മെന്റ് പിടിച്ച് വരുന്നവർക്ക്. രാവിലെ ഒരു ഗാഡി ഉള്ളപ്പോൾ ഒരു 5-6 ആകുമ്പോൾ ഇവിടെ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ വളർന്നു വന്നപ്പോൾ കണ്ടു വന്ന എല്ലാവരുടെ ബെഡ്റൂമും ഓപ്പൺ ആണ്. ഒരിക്കലും ഫോൺ പോലും വെളിയിൽ വെക്കത്തില്ല. ഞങ്ങൾ പറയും രാത്രി ഫോണൊക്കെ വെളിയിൽ വെക്കത്തില്ല, എപ്പോഴും അകത്താണ്. ഫോൺ എപ്പോഴും ഓണാണ്, സൈലന്റ് ഇടത്തില്ല. അങ്ങനെയുള്ളൊരു നേച്ചറാണ് അവസാനം വരെ. സോ അതാണ് നമ്മുടെ DNA. അപ്പൊ മിനിസ്ട്രി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്ലൂഡഡ് ലൈഫ് സ്റ്റൈൽ പറ്റത്തില്ല. നമ്മൾ പ്രൈവസിക്ക് കണ്ടവാനം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സെർവിങ് പീപ്പിൾ. അപ്പൊ ആ ദർശന നിർവഹണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫിഷ്യൽ ആയിട്ട് നമ്മളുടെ പല കംഫർട്ട് സോണുകളും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തയ്യാറാക്കും. കറക്റ്റ്. അപ്പൊ ആ ഒരു നിലയിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുവരാറുള്ളൂ. ഓക്കെ, ഈ ബിജു തമ്പിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇന്ത്യയുടെ ചരിത്രത്തോളം, അല്ലെങ്കിൽ 54 വയസ്സെന്ന് പറയുമ്പോൾ 50 വർഷം സഭ, അതായത് ബിജു തമ്പിയുടെ ജനനത്തിന് ശേഷമാണ് സഭയുടെ ഒരു തുടക്കം. അപ്പൊ ഈ എൻ്റെ ചർച്ചിന്റെ ആ ഗ്രോത്തും, അല്ലെങ്കിൽ അത് അനുഭവിച്ച സ്ട്രഗിളുകളും ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെയാണ് വളർന്നു വന്നത്. അപ്പൊ ഈ ബാല്യം എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ ദിവസവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പിതാവും മാതാവും അതുപോലെ തന്നെ രണ്ടുപേരും അങ്ങനെ പോയപ്പോൾ എങ്ങനെ ഈ ബാല്യം നിങ്ങളൊന്ന് സെറ്റിലായി എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ. ഇങ്ങനെയൊക്കെ വളർന്നു. അപ്പം അതായിരുന്നു ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ. ഞാൻ കൃപ അതിനകത്ത് വല്ലാതെ വ്യാപരിച്ചു. ഭയങ്കര കൃപ. ഞങ്ങളുടെ മമ്മാടെ പപ്പ വല്യപ്പിച്ച വരുമ്പോ പറയും, ഇത് വീടാണോ ഇത് സത്രമാണോ, ഇതെന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പിള്ളേർ വളർത്തുന്നത്? നമുക്ക് പുള്ളി ഒരു ഡിസിപ്ലിൻ ടൈപ്പ് പേഴ്സണാണ്. പക്ഷെ ഡാഡി മമ്മ ഇവിടെ നോക്കിയില്ല. ഭയങ്കര കർത്താവിനുള്ള ആശ്രയമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നോർമലാണ്. അതിനപ്പുറത്ത് അതല്ലാതെ ഒരു ജീവിതം ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത് എല്ലാവരും ഇങ്ങനെയായിരിക്കും, എല്ലാവരും ഇങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്നുള്ള
ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ വളർന്നത്. അക്വേറിയത്തിലുള്ള ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പുറത്തുള്ള ഒരു ലോകത്തെ കുറിച്ച് അറിയത്തില്ല. എനിവേ, എന്തായാലും അത് ആ നിലയിൽ തുടരാനും വാസവീയ തമ്പിയുടെയും മറിയാമ്മ തമ്പിയുടെയും ആ ദർശനം ഏറ്റെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, മറ്റ് പലരെ അപേക്ഷിച്ച്. എനിവേ, ആ ബാല്യകാലത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാണുമെന്ന് കേൾക്കാൻ. നിങ്ങൾ ഈ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞാൽ, ടച്ചിങ് ആയിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് അനുഭവങ്ങളാണ്. വലിയ കാലത്തിൽ ഭയങ്കര രസകരമായ ഒരു എല്ലാ ദിവസവും നമുക്ക് എന്ത് പ്രതീക്ഷിക്കണം പോലും അറിയത്തില്ല. കാരണം ഓരോ ദിവസവും സ്കൂളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂറൊക്കെ വിളി നിൽക്കും. കാരണം വീട്ടിനകത്ത് കയറാൻ നടക്കത്തില്ല. ഭൂതം ബാധിച്ച ആൾക്കാരെ വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഭൂതബാധയായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് അത്ര അടുത്ത് അറിയത്തില്ലെങ്കിലും ഇവിടെ ധാരാളം ആളുകൾ ഭൂതബാധിതരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലുണ്ടായ അനുഭവങ്ങൾ മറിയാമ്മ തമ്പിയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ അറിയുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ അതൊന്നും അങ്ങനെ നമുക്ക് വിസിബിളായിട്ട് ഇന്നടത്ത് കൊണ്ടുവന്നാൽ ഒരു ഭൂതബാധിതനെ കൊണ്ടുവരണം ചെന്നാൽ ഒരു വിടുതൽ കിട്ടുമെന്ന് കേരളത്തിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇത്, അല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ ദിവസവും അതുപോലത്തെ ആൾക്കാർ വരുന്നു, അവർ വിടുതൽ പ്രാപിക്കുന്നു, രോഗികൾ വരുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, തളർവാദം പിടിച്ച ആൾക്കാർ വരുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞങ്ങൾ 4 പേരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ദൈവമുണ്ടോ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ദിവസവും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പിന്നെ സംശയം ഉണ്ടാകും, അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഏറ്റവും വലിയ ബൈബിൾ കോളേജ് അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് തയ്യാറാക്കിയ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ ഈ ബാല്യകാലമാണ്. ഈ ഡാഡി എടുക്കുന്ന തീരുമാനങ്ങൾ, അമ്മമാർ എടുക്കുന്ന തീരുമാനങ്ങൾ, അപ്പം ആളുകളെ ഉൾക്കൊള്ളുന്ന രീതിയിലും വീട്ടിൽ ഇറക്കി വിട്ടവരെ വരുന്നു. അതുപോലെ തന്നെ പല സമുദായങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് പലരെയൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലൊക്കെ വന്നവരെ ഒത്തിരി പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മഹത്യക്ക് തയ്യാറായി വരുന്നവർ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞ് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ പിച്ചാത്തി എടുത്ത് മാറ്റി. ഒരാള് ഒരു ദിവസം ഒരു പുള്ളി പിടിച്ചു വന്നു. അപ്പൊ കുട്ടൻ നമ്മളുടെ പിൽക്കാലത്തൊരു പാസ്റ്ററായി. പുള്ളി ഒരു ക്രിമിനലായിരുന്നു. പുള്ളി അവസാനം പുള്ളിക്ക് സ്നേഹിതന്മാരാരുമില്ല, എല്ലാവരും പുള്ളിയുടെ സ്നേഹിതന്മാരെല്ലാം ജയിലിലാണ്. അപ്പൊ ആരെങ്കിലും കൊന്നിട്ട് ജയിലിപ്പാ എന്നുള്ള പ്ലാനെ പുള്ളി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ നടക്കുക അങ്ങോട്ട് കൊണ്ട് ആരെ കൊല്ലണം ഓർത്ത് കുറച്ച് കഴിഞ്ഞ് പുള്ളിക്ക് തോന്നി പുള്ളി ഒരു സ്നേഹിതരുണ്ട്, ഒരു പാർട്ടി പ്രവർത്തകരാണ്, പുള്ളിക്ക് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. ഒരു കാര്യം ഞാൻ പുള്ളിയോട് പോയി ചോദിക്കുക, ഏതായാലും ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു, പ്രയോജനം ഉണ്ടാകട്ടെ, അയാളുടെ ശത്രുവിടെ കൊന്നു ചേർത്ത് പോകാം ഓരോ ആളുകളുടെ മനസ്സ് പോകുന്ന പോലെ എന്ന് പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ വന്നു. പുള്ളി പായ്പാട്ടാണ്. അദ്ദേഹം ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ട്, ശാന്തി മാർഗം, അത് കേട്ട് രക്ഷിക്കപ്പെട്ടു. ചങ്ങനാശ്ശേരി വന്നു, അവനോട് ഹൃദയം ഉയർത്തി വരാം. അപ്പൊ പുള്ളി പറഞ്ഞ് നീ കിടന്ന് ഉറങ്ങി, ശത്രുവിന്റെ വീട്ടിൽ നാളെ രാവിലെ കൊണ്ടുപോകാൻ. പുള്ളി കിടന്ന് ഉറങ്ങി. രാവിലെ പുള്ളി പിച്ചാത്തി വെക്കേട്ട വന്നു, നേരെ ചങ്ങനാശ്ശേരി വന്നു. പുള്ളി ഒന്നും പറയുന്നു, മറ്റേ പുള്ളി ഒന്നും പറയുന്നില്ല. അത്രയ്ക്ക് പുള്ളിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു. അവിടെ കൊണ്ടുവന്ന് മമ്മ ഇറങ്ങി വന്നു, ഒന്നും ചോദിച്ചില്ല, നേരെ പുള്ളിയോട് കർത്താവിനെ കുറിച്ച്. അപ്പൊ മമ്മായിക്ക് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ കുത്താൻ വന്നതൊന്നും പറയുന്നില്ല. മറ്റേ പുള്ളി കൊണ്ടുവന്ന് ശത്രുവിനെ കൊല്ലാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാ. ഇവിടെ വന്ന് സുവിശേഷൻ പറഞ്ഞു, ഇയാളെ കണ്ണിൽ നിന്ന് കുടുകൂടാതെ വെള്ളം ഒഴിക്കുന്നു. പുള്ളിക്കാരൻ കർത്താവിനോട് ഹൃദയം കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ റെഡിയാണ് എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1 മിനിറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ കണ്ടു. സൈഡിലോട്ട് വെച്ചിട്ട് കർത്താവിനോട് ഹൃദയം കൊടുത്തു. അദ്ദേഹം പിന്നെ പാസ്റ്ററായി. അനേക വർഷമായി കർത്താവിന്റെ പല സ്ഥലങ്ങളിൽ ഉല്ലാട് വല്ലി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മരിച്ചു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ സാധിച്ചുകൊണ്ട് ഇന്നും ഞങ്ങൾ കർത്താവിന്റെ പേരയിൽ ഓരോ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ഭയങ്കര ബോധ്യവും ധൈര്യവും അതുപോലെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ എടുത്തു വയ്ക്കാൻ പല സ്ഥലങ്ങളുടെ സമയത്തും ഞങ്ങളൊക്കെ മിക്കവാറും ഫൈൻ ഉൾപ്പെടെയാണ് മിക്കതും മാസങ്ങൾ ഫീസ് അടയ്ക്കുന്നത് സ്കൂളിൽ. കാരണം ഇവരുടെ കയ്യിൽ വരുന്നതല്ല കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി പോവണ്ട. ഒരു 2 ദിവസം കഴിഞ്ഞ് 5 രൂപ ഫൈൻ, 35 രൂപയാണ് ഫീസ്. 5 രൂപ ഫൈൻ ഉൾപ്പെടെ മിക്ക മാസങ്ങളിലും ഫീസ് അടയ്ക്കുന്നത്. അങ്ങനെ കാരണം ആ സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. നിന്റെ ഇതിന് മുമ്പേ വരും. ഇവരുടെ പൈസ ഇല്ല, പൈസ വരുന്നുണ്ട് പോകുന്നുണ്ട്.
അപ്പൊ അതൊരു നോർമൽ സംഭവമായിട്ട് കണ്ടുപടർന്നു. അപ്പൊ ഇന്നാണ് മനസ്സിലാകുന്നത് ഒത്തിരി പേർക്ക് നോർമൽ അല്ല എന്ന് മനസ്സിലാകുന്നത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഓക്കെ, ഈ സാധാരണ ഈ പാസ്റ്റർമാരുടെ മക്കളും അധ്യാപകരുടെ മക്കളും ഒക്കെ നേരെയാകാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. കാരണം അതിന് പല പല കാരണങ്ങളാണ്. ഈ വിയതമ്പിയുടെ മോൻ സുവിശേഷവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയത് എങ്ങനെ സംഭവിച്ചത്? അത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് വേറെ എന്തെങ്കിലും ഫീൽഡിൽ പോകണം എന്നുള്ളതായിരുന്നു? എനിക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി നേർന്നു എന്ന് ജനിച്ചപ്പോ തൊട്ട് അമ്മ പറയുക. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് ആയപ്പോ തൊട്ട് ഐ ബിഗാൻ ടു ഗോ അസ്ട്രേ. കാരണം അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊരു റോങ് ഐഡിയ ആണ് എന്റെ മനസ്സിലുണ്ടായി. ഒരു വളരെ ലീഗലിസ്റ്റിക്, പ്രത്യേകിച്ച് പാസ്റ്ററുടെ മൂത്ത മോൻ എന്നുള്ളത് ആളുകളുടെ എക്സ്പെക്ടേഷൻ 100 കണ്ണുകളാണ് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 100. അപ്പൊ ഞാനൊരു ഫെയിലിയർ ആണ് എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ പോയതാണ്. കാരണം എന്നെ കാണുന്നവരാണ് നീ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, കുറച്ചുകൂടെ നേരെയാണ്. അപ്പൊ നമ്മൾ ശ്രമിക്കുന്നതോറും ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പൊ എത്ര നമ്മൾ ശ്രമിച്ചാലും ആളുകൾ എപ്പോഴും ഇത് പോരാ, അതുപോലെ നല്ല ആഗ്രഹത്തിൽ പറയുന്നതാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ, എന്നെ കൊണ്ട് സംഭവിക്കത്തില്ല എന്നുള്ളത് നല്ലത്. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരെ പലരും അവരൊരു വളരെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അവരുടെ ഡബിൾ ലൈഫ് ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ ഞാനും ഒരു ഡബിൾ ലൈഫ് ജീവിക്കാൻ. വീട്ടിൽ വരുമ്പം ഭക്തിയും കാര്യമെല്ലാം ഉണ്ട്, വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ഭക്തി. അപ്പൊ പക്ഷെ അത് ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേന് ഭയങ്കരമായ പ്രശ്നങ്ങളായി. സ്കൂളിൽ നിന്ന് എല്ലാ മാസവും മെമ്മോ വരാൻ തുടങ്ങി. അങ്ങനെയായി. മമ്മയാണ് സ്കൂളിൽ വരുന്നത്, പാവം. അങ്ങനെയായി. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ആക്ടിങ് ആണ്. കാരണം ആക്ട് ചെയ്തില്ലെങ്കിൽ നടക്കത്തുള്ളൂ. അപ്പനും അമ്മയ്ക്ക് നടക്കേടാണ്. അപ്പൊ നമുക്ക് പാസ്റ്റർമാരുടെ മക്കളെല്ലാം റൈറ്റ് ലാംഗ്വേജ് എല്ലാം പഠിക്കുമല്ലോ. സമാജത്തിന് വരുമ്പോ എങ്ങനെ ഇരിക്കണം, പ്രവാചകൻ പോലെ വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം നമ്മൾ എക്സ്പേർട്ടായി. ഒരു പ്രീ ഡിഗ്രി ആയപ്പോഴത്തേന് 17 വയസ്സായപ്പോ എനിക്ക് ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഞാൻ സത്യം പറഞ്ഞ ആത്മഹത്യ ചെയ്തത് at the age of 17, 1989. At the age of 17, I thought, കാരണം ഡാഡിക്കും അമ്മായിക്കും ഞാൻ ഒരു നാണക്കേടാണ് തുടങ്ങിയ സ്കൂളിലും കോളേജിലും പല പല വർഷങ്ങളായി. അപ്പം ഞാൻ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ വർഷമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അന്നൊരു വലിയ വർഷമായിരുന്നു. കാരണം അറ്റൻഡൻസ് ഇല്ല പരീക്ഷ എഴുതാൻ. അപ്പൊ പ്രീ ഡിഗ്രിയുടെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ, എല്ലാവർക്കും ഡാഡി അറിയാം. ഇവരുടെ മിനിസ്ട്രി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഡാഡി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട്, ക്രിസ്ത്യൻ ലീഡറായിട്ട് ആയി വരുന്നു. ഒത്തിരി പേര് ഡാഡിയുടെ എന്നെ പ്രതി പലരും പറയാൻ തുടങ്ങി. ആദ്യം മോനെ നന്നാക്ക്, എന്നിട്ട് ഞങ്ങളോട് പ്രസംഗിക്കുന്നു പലരും പറയാൻ തുടങ്ങി. പിന്നെ പലരും പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ പോയാൽ റെഡി, നല്ല നമ്മളെ നന്നാക്കാൻ പറയുന്നു. നീ ഇങ്ങനെ പോയ മദ്രാസിനെ മോനെ പോലെ, പുള്ളി പാസ്റ്ററുടെ മോനാണ്. അപ്പൊ ഞാനും ഓർത്തു, ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയതാണ് തീർന്നേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് യേശുവായിട്ട് ചങ്ങനാശ്ശേരി നമ്മുടെ വീട്ടിൽ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ഡാഡി മമ്മാടി ഗസ്റ്റ് റൂമിൽ വേറെ ആരും. ഞാൻ ഒരു വളരെ തകർന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് പോയി. പക്ഷെ പ്ലാൻ നടന്നില്ല. നടക്കാതെ തിരിച്ചു കൂടി വീട്ടിൽ വന്ന് അടുത്ത ദിവസം രാവിലെ കംപ്ലീറ്റ്ലി ഒരു ബ്രോക്കൺ ആൻഡ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കരമായ തലവേദന കൂടി വന്ന് ഗിറ്റാർ എടുത്ത് ഓപ്പൺ മൈ ഐസ് ലോർഡ് ഐ വോണ്ട് ടു സീ ജീസസ് എന്നുള്ള പഴയ ഒരു പാട്ട് ഇങ്ങോട്ട് പാടാൻ തുടങ്ങി. ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം ലൈക്ക് എ തിക്ക് ക്ലൗഡ്. അപ്പൊ എനിക്ക് അതിനകത്ത് ആ ക്ലൗഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒറ്റോട് തിക്ക് ക്ലൗഡ് ഓഫ് ലവ്. അന്ന് വരെയുള്ള എന്റെ ചിന്ത, ഞാൻ ദൈവസന്നിധിയിൽ പോകുമ്പോൾ കർത്താവ് എന്നെ നോക്കി ചിന്തിക്കുന്നത് തന്റെ കപടം വന്നു, ബാക്കി എല്ലാരും നീ കൽപ്പിച്ചടക്കുകയാണ്, പക്ഷെ എനിക്കല്ലേ അറിയത്തുള്ളൂ നീ ശരിക്കും വരാറുണ്ട്. അങ്ങനെയാണ് കർത്താവ് എന്നെ കാണുന്നത്. കാരണം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് റോങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ നേച്ചർ ഓഫ് ഗോഡ്. ലവിങ് ഫാദർ എന്നുള്ള നിലയിൽ ദൈവത്തെ എനിക്ക് അറിയത്തില്ല. ഒരു ഫോൾട്ട് ഫൈൻഡിങ് ടാസ്ക് മാസ്റ്റർ, കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് ഞാൻ ദൈവത്തെ കണ്ടത്. എന്നാൽ ആ ഒരു ദൈവ സാന്നിധ്യം ആ മുറിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അനുഭവപ്പെട്ട
കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഞാൻ എന്റെ കുറ്റം ഏറ്റു പറഞ്ഞിട്ടില്ല, കൺഫസ് ചെയ്തിട്ടില്ല, ക്ഷമ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ ഭയങ്കരമായ ഒരു സ്നേഹത്തിന്റെ ഒരു ക്ലൗഡിനകത്ത് പൊതിയപ്പെട്ടൊരു ഒരു 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 അനുഭവമായി. ദാറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. അപ്പൊ അതായിരുന്നു എന്റെ വ്യക്തിപരമായ ജീവിതം. അത് കഴിഞ്ഞും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കാരണം ഐ വാസ് നോട്ട് എ ഗുഡ് ഓറേറ്റർ, എനിക്ക് ആ ഭയങ്കരമായ സഭാകമ്പമായിരുന്നു. അപ്പം സുവിശേഷ വേല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഡാഡിയുടെ ഷൂസിനകത്തല്ലേ ആണ് എന്നെ ഇടാൻ തോന്നുന്നത്. എന്റെ പാസ്റ്റർ പി. എ. തമ്മിലുള്ള മൂത്ത മകനാണ്. അപ്പൊ ഒരിക്കലും ആ ഒരു ലെവലിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി കർത്താവിന്റെ വേല സഹായിക്കും. അപ്പൊ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ ഈ ലൈഫ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പം ബിസിനസ് നമ്മൾ പതുക്കെ സൈഡിൽ കൂടെ തുടങ്ങിയാണ്. അപ്പൊ അതിനകത്തൊരു നാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതായിരുന്നു എന്റെ പ്ലാൻ. അന്നത്തെ എന്തൊക്കെ ബിസിനസ് ആയിരുന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ധൈര്യമായിട്ട് പറയാം. അന്ന് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ സിനിമയ്ക്ക് പോവാന്നുള്ള, വീട്ടിൽ നിന്ന് ക്ലാസ് കെട്ടിയ സിനിമയ്ക്ക് പോവാ. അപ്പം സിനിമ ടിക്കറ്റ് ബ്ലാക്കിൽ മേടിച്ചിരിക്കും. അത് അങ്ങനെയാണ് തുടങ്ങിയത്. രണ്ടാമത് റെയിൽവേ ടിക്കറ്റ്, അന്ന് ഈ മറ്റേ അത് ഈ കേരള എക്സ്പ്രസിന്റെ ബ്ലാക്കിൽ മേടിച്ചിരിക്കുക, അങ്ങനെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഇത് ബിസിനസ് പച്ച പിടിക്കുന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അല്ല 10ാം ക്ലാസ് പഠിക്കും ചങ്ങനാശ്ശേരി. എന്റെ കൂടെ എന്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ NRI ആണ്, അവന് ലൈസൻസ് എടുക്കണം, പക്ഷെ അവന് 18 വയസ്സായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ പറയണ ഒരു ഐഡിയ ഉണ്ട്, നീ നിന്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ അടുത്തൊരു മൃഗ ഡോക്ടർ ഉണ്ട്, പുള്ളി നല്ല വളമാണ്. അപ്പൊ എന്ത് ചെയ്തു, പുള്ളിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഡാഡി പള്ളിയിൽ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേന് ഈ ലിക്വിഡ് പേപ്പർ അന്ന് ഇവിടില്ല, വൈറ്റ്നർ. അപ്പൊ ഞാൻ നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് വൈറ്റ്നർ കൊണ്ട് തിരുത്തിയിട്ട് അത് ഡേറ്റ് മാറ്റിയിട്ട് ഇയാളെ കൊണ്ട് ഒറിജിനൽ കാണിക്കാൻ അറ്റസ്റ്റ് ചെയ്തു. മനസ്സിലായി. അതൊന്ന് സ്പ്രെഡായി, ന്യൂസ് സ്പ്രെഡായി. പത്തനംതിട്ട അവിടെ നിന്ന് ആൾക്കാർ വന്നത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിപ്പിക്കും. അപ്പൊ അവിടാണ് എന്റെ കച്ചവടം ശരിക്കും പച്ച പിടിച്ചത്. അന്നത്തെ ബിസിനസ് ആണ്. ഇതുപോലുള്ള എല്ലാം അണ്ടർവേൾഡ് ബിസിനസ് ആയിരുന്നു, തരികിട പരിപാടികളായിരുന്നു. അപ്പൊ ആ ഒരു നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ചാണ് എനിക്ക് എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഒരു ഗോഡ് എൻകൗണ്ടർ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഓർത്തു, ഈ ശരിയായിട്ടുള്ള ബിസിനസ് ചെയ്ത്, കാരണം എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ എപ്പോഴും കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഡാഡിയുടെ അടുത്ത് വരുന്ന മിക്ക ആൾക്കാരും സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പാസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവരുടെ തന്നെ ബുദ്ധിമുട്ട്. അപ്പൊ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സുവിശേഷം ചെയ്യാനായിട്ട് അങ്ങനെ ദാറ്റ് വാസ് മൈ പ്ലാൻ. പക്ഷെ 1993 പൂനായി വെച്ച് നടന്ന ഒരു വൈവാമിന്റെ ഒരു മിഷൻ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ശരിക്കും സുവിശേഷ വേലയ്ക്കുള്ള ഒരു കോളിംഗ് എന്റെ ജീവിതത്തിൽ. അതിനുശേഷമാണോ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ? ഓക്കെ. അത് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത് ഇംഗ്ലണ്ടിൽ. ഓക്കെ. എങ്ങനെയായിരുന്നു പഠനകാലം? അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം കൂടെ അറിയാം. ഈ ആ പഠനകാലത്ത് ഈ ആഫ്രിക്കക്കാരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ഫുഡ് വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ? ഉണ്ട്, അതൊന്ന് പറഞ്ഞാൽ. ഞാനിവിടെ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി. അപ്പം ഈ പഠിക്കാൻ പോയ സ്ഥലം ഇംഗ്ലണ്ട് എന്നുള്ള പറഞ്ഞ പരിപാടി എന്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ തലേ വർഷം ഞാൻ ആ വർഷം തന്നെ അമേരിക്കയിൽ ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. 3 പ്രാവശ്യം വിസ റിജക്ട് ആയി. റിജക്ട് ആയി കഴിഞ്ഞപ്പോഴത്തേനും നാട്ടിലെല്ലാവരും എല്ലാവരോടും അമേരിക്കയ്ക്ക് പോകാന്ന് പറഞ്ഞു. നാളെക്കാണ്. അപ്പൊ ഞാനിവിടുന്ന് പൂനെക്ക് പോകും. 2 മാസം പൂനെയിലപ്പോ എന്റെ ആന്റി മക്കളുണ്ട്, പാസ്റ്റർ ലിങ്കറുണ്ട്. അപ്പൊ അവരുടെ കൂടെ പോയി 2 മാസം താമസിച്ച് അവിടെ അങ്ങ് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ വൈവാം ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബൈബിൾ കോളേജിന്റെ ഇത് അയച്ചു തന്നു. അത് സ്പീഡ് കോഴ്സ് അയച്ചു. വിതിൻ 2 months ഞാൻ അവിടെ. അപ്പൊ എന്റെ ഫസ്റ്റ് ഇയറിലെ ഫീസ് എനിക്ക് ഇന്നും അറിയത്തില്ല ആര് കൊടുത്തു. ആരും കൊടുത്തു. നേരെ കോളേജിലോട്ട് അടച്ചു. അത് ഫീസ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ, ഫുഡും എല്ലാത്തിലുള്ള പൈസ. അപ്പൊ ഞങ്ങൾ പോയി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് മിഷണറികളെ വന്നു. ഇവിടെ ഞങ്ങൾ ചാപ്പലെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഓഫർ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിൽ മിനിസ്ട്രി നമ്മൾ സഹായിക്കാം. അപ്പൊ എല്ലാവർക്കും ഓഫറിംഗ് ബോക്സ് കൊടുത്തു. നമ്മുടെ ഫീസ് എല്ലാം അടച്ചെങ്കിൽ നമ്മുടെ പൈസ ഒന്നും ഇല്ല, കൈ കാശ്. അന്ന് അവിടെ വർക്ക് പെർമിറ്റും ഇല്ല.
ഇന്നത്തെ പോലെ അന്ന് അവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റുഡന്റ്. അപ്പൊ എല്ലാവരും നമ്മൾ ഈ അസൈൻമെന്റ് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പറിന് വരെ കർത്താവിനെ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാപിക്കുക. ഡാഡി അത് പറഞ്ഞാൽ ഇവിടെ തോന്നുന്നു. എന്റെ കൈ കാശില്ല, ഓഫറിംഗ് കോസ്റ്റ് വന്നു പോയി, ഞാൻ വളരെ വിഷമിച്ച് ഞാൻ പോക്കറ്റെല്ലാം തപ്പി നോക്കി, ഒരു പൗണ്ടോ 2 പൗണ്ടോ എന്തേലും ഒന്നുമില്ല. മുറി പോയിട്ട് ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വിളിക്കുക, ഇന്ത്യക്കാരെപ്പോഴും ഇങ്ങനെ കാശ് മേടിച്ചേ പഠിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇതിപ്പോ നല്ലൊരു അവസരം കിട്ടിയിട്ട് എനിക്ക് പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ കയ്യിലൊന്നും എന്തെങ്കിലും ഒരു ഐഡിയ കാണിച്ചതാ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ആഫ്രിക്കയിലുള്ള മിഷണറിക്ക് പൈസ കൊടുക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച 1 വൈകിട്ട് എനിക്കൊരു ഐഡിയ ഇതാണ്. എന്റെ ഫുഡിനുള്ള പൈസ മൊത്തം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത ദിവസം രാവിലെ അവിടുത്തെ അക്കൗണ്ടന്റിനെ പോയി കണ്ടിട്ട് ചോദിച്ചു, എന്റെ ഫുഡിനുള്ള പൈസ മൊത്തം 1 വർഷത്തേക്ക് അടച്ചു തീർത്ത്. അപ്പൊ ഞാൻ 1 മാസം ഇത്ര ദിവസം ആഹാരം കഴിക്കാതിരിക്കാമെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് ഒരു കണക്ക് കാണുമല്ലോ, കട്ട് ചെയ്ത് ആഫ്രിക്കയ്ക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല, നീ ഒരു കാര്യം ചെയ്ത് നീ പോയിട്ട് നാളെ ഞാൻ പറയാമോ. അപ്പൊ ഞാൻ മുറി പോയിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് എങ്ങനെയെങ്കിലും സംഭവിക്കാം, കാരണം വേറെ മാർഗമൊന്നുമില്ല, ഇതേ ഉള്ളൊരു മാർഗം. അടുത്ത ദിവസം പോയ പുള്ളി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു, സാധിക്കും. പക്ഷെ തലേ ദിവസം നീ സൈൻ ഔട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടഡ് അല്ല, ലഞ്ചും ഡിന്നറും തലേ ദിവസമേ നീ സൈൻ ഔട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ കട്ടി. അങ്ങനെ മിക്കവാറും ഓരോ മാസവും നമ്മൾ ഈ ഉപവാസം എടുത്ത് ശീലമല്ല, എല്ലാ വെള്ളിയാഴ്ച ഇവിടെ ഉപവാസം, ഞായറാഴ്ച ഉപവാസം, അങ്ങനെ നമുക്ക് ശീലമുണ്ട്. അപ്പൊ നമ്മളൊരു അങ്ങനെ 1 ദിവസം 2 ദിവസം തുടങ്ങി ചിലപ്പം 6 ദിവസം 7 ദിവസം 10 ദിവസമൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യും. ചിലപ്പം അങ്ങനെ ഉപവാസം, ചിലപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോഴത്തേന് ഇച്ചിരി കൂടുതലൊക്കെ എടുക്കും. 2-3 റൊട്ടി എടുത്ത് മാറ്റി മുഴുകി കൊണ്ടുപോകും. എന്നിട്ട് ഉച്ചയ്ക്കൊക്കെ അത് കഴിയും. എന്നിട്ട് ഉച്ചയ്ക്കും ലഞ്ചും ഡിന്നറും സൈൻ ഔട്ട്. അങ്ങനെ പോയി വർഷത്തിന്റെ അവസാനം ഈ പുള്ളിയെ വിളിക്കും. വെളുത്തിട്ട് പറഞ്ഞു, ഈ വർഷം മെയ് എത്രയോ 500-600 പോകുന്നു. അന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 5 പോണ്ടല്ലേ 10 പോണ്ടല്ലേ. അപ്പൊ ഞാനത് 3 വർഷവും അടുത്ത വർഷവും ദൈവം 2 കൊടുത്തിട്ട് എന്റെ ഫീസ് ഫൈനൽ ഇയർ വരെ എന്റെ ഫീസ് കംപ്ലീറ്റ് പെയ്ഡ് ചെയ്തു. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും അടച്ച ആരാന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഓൾ 3 years. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ സംഭവം മറന്നു. 2006 എന്നെ കെനിയയിൽ ഒരു മീറ്റിംഗിന് പ്രസംഗിക്കാനായിട്ട് വിട്ടു. അപ്പൊ നൈറോബി ചെന്ന് അപ്പൊ ഈ മീറ്റിംഗിൽ ഒരു സ്റ്റേഡിയത്തിലാണ്. അപ്പൊ ഈ അന്ന് വന്ന ദേവദാസനും കെനിയക്കാരനാണ്. ഞാൻ ഈ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച പ്രസംഗിക്കാൻ എഴുന്നേറ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഓർമ്മിക്കുകയാണ് ഈ സംഭവം. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തേക്ക് ബന്ധിച്ചിട്ടേ ഭക്ഷണം വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് പറഞ്ഞു, ഉപവാസം എടുക്കുന്ന കാര്യം പറഞ്ഞു. ഈ സത്യത്തിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് എന്തോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കാരണം ഇവിടെ ഈ ബൈബിൾ സ്കൂളില് അത് തന്നെയായിരുന്നു സ്ഥിരം അല്ലേ? അങ്ങനെ കഴിഞ്ഞ ശീലമായി പോയി. മറിയാമാറ്റി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വീട്ടിൽ കഞ്ഞിപ്പയറും വന്ന് നിന്നിട്ടുള്ള പെൺപിള്ളേരെല്ലാം ഈ കഞ്ഞിപ്പയറും വെക്കാനായിട്ട് പഠിച്ചിട്ടായി ഇവിടുന്ന് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ അപ്പം ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ആഫ്രിക്കയ്ക്ക് വേണ്ടി വിതച്ചത് ദൈവം ഒരു കാലത്ത് തിരിച്ച് തരുന്നത് നമ്മുടെ ജീവിതത്തിലാണ്. തീർച്ചയായിട്ടും അത്. എന്നിട്ട് ഈ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്തുവായിരുന്നു? 96 ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ ഡാഡിയോട് പറഞ്ഞു, വി ക്യാൻ യൂസ് ബി വേറെ. അപ്പൊ അവിടെ പാസ്റ്റർ ഇങ്ങോട്ട് അവിടെ ഉപവാസ പ്രവർത്തനം നടന്നു. ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് പിന്നെ ഗോവയ്ക്ക് പോകുന്ന അതപ്പോ ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ ബൈബിൾ സ്കൂളുകളിൽ നിന്നു. അപ്പൊ എന്നെ 1993 കർത്താവിന്റെ വേലയ്ക്ക് വിളി കിട്ടുമ്പോ അന്ന് എന്റെ ഉള്ളിൽ വന്ന കാഴ്ചപ്പാട് പറഞ്ഞ റീച്ച് ദി അൺറീച്ച്ഡ്. ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത കേട്ടിട്ടില്ല സ്ഥലങ്ങളുടെ. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ പാഷൻ. അപ്പൊ ഇവിടെ നിന്നുള്ള ബൈബിൾ സ്കൂളിൽ നിന്നുള്ള ആളുകളെ നമ്മുടെ ചർച്ചകളെ ചെറുപ്പക്കാരെ വിളിച്ചോണ്ട് ഞാൻ മറ്റു സ്റ്റേറ്റുകളിൽ പോകുന്നത്. അങ്ങനെ ഒരു ട്രിപ്പിൽ കർണാടകത്തിൽ പോയി. കർണാടകത്തിൽ ബൽഗാമിൽ ചുറ്റുപാടുള്ള എത്രയോ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി കർത്താവിനെ പറ്റി പറഞ്ഞു. 10 പേര് കർത്താവിനെ സ്വീകരിച്ചു. പക്ഷെ ഇവരെ ഡിസൈപ്പിൾ ചെയ്യാൻ ആൾക്കാരില്ല. അപ്പൊ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ഗോവ വഴി എന്നെ പെണ്ണു വഴിയിൽ നിന്ന് പോയാലും
ബൽഗാമിൽ നിന്ന് ഗോവയിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവാത്മാവിനോട് പറയുകയാണ് സ്റ്റാർട്ട് ട്രെയിനിങ് സെന്റർ. ഇതിന് മുമ്പ് UK ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ മുറിയുടെ പുറകിലൊരു മാപ്പുണ്ട്. കഥ അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ്. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യയുടെ മാപ്പ് നോക്കിയിട്ടാണ്. കാരണം ഇവിടുന്ന് പോകുമ്പോഴേ ആൾക്കാർ പറഞ്ഞു തിരിച്ചു വരത്തില്ല, സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. അപ്പൊ എന്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ തിരിച്ചു പോകും. അവിടെ നിൽക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിരുന്നു അന്നത്. ഈ മാപ്പ് നോക്കിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാനൊരു കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ ഒരു കാഴ്ച കാണുന്നത് ഒരു കോമ്പസ്. അതിന്റെ ആ ഒരു നീഡൽ ഗോവായി എന്നിട്ട് ചെറിയൊരു സെമി സർക്കിൾ വരും. പിന്നെ തിരിച്ചു വന്നിട്ട് ഇതിന്റെ റേഡിയസ് കൂട്ടിയിട്ട് അടുത്തൊരു സെമി സർക്കിൾ വരും. അങ്ങനെ വന്നിട്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്യും. അപ്പൊ ഇതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ ആരോട് പറഞ്ഞില്ല. ഈ കർണാടക ട്രിപ്പ് കഴിഞ്ഞ് ഗോവായിൽ വന്നപ്പം ദൈവാത്മാവിനോട് ഓർപ്പിച്ചിട്ട് പറയുകയാണ് സ്റ്റാർട്ട് ട്രെയിനിങ്സ് നൽകി ബ്രിങ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, മറ്റു സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ട് അവരെ ട്രെയിൻ ചെയ്ത് വിഷൻ ഇമ്പാക്ട് ചെയ്തു ഇവിടെ നിന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് അയക്കും. അങ്ങനെയാണ് 96-ലാണ്. 97-ൽ കർത്താവായുള്ള വഴികൾ തുറന്നു. അവിടെ ട്രെയിനിങ് സെന്റർ ആരംഭിച്ചു. 97-ലാണ് ഞാൻ ഗോവയിലോട്ട് പോയി. എത്ര വർഷം ഗോവയിലുണ്ടായിരുന്നു? ഗോവയിൽ 9 years, 2006 വരെ ഉണ്ടായിരുന്നു. അപ്പൊ 6 കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്തു? ട്രെയിനിങ് സെന്റർ നമ്മള് മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളെ പഠിപ്പിച്ച് മറ്റു പല സ്റ്റേറ്റുകളിലും വെർണാക്കുലർ ലാംഗ്വേജസും ട്രെയിനിങ് സെന്റർ തുടങ്ങി. തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ രീതി ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തു. ട്രെയിനിങ് സെന്റർ ഡീസെൻട്രലൈസ്. ഇപ്പം ഗോവയിലില്ല ട്രെയിനിങ് സെന്റർ. അവിടെ ചർച്ചോ അങ്ങനെ ദീനായി മാർട്ടിനും അവിടെ പോയിട്ട് ചർച്ചുണ്ട്, അവിടെ ചിൽഡ്രൻസ് ഹോംസ് ഉണ്ട്. പക്ഷെ ഗോവയിൽ താമസിക്കുമ്പോ തന്നെ ഞാൻ ഈ തിരിച്ചു വന്ന വർഷം 96-ൽ ഞാൻ വേറൊരു ആവശ്യത്തിന് ബോംബെ പോയപ്പോ അവിടെ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം. അതാണ് ഞങ്ങൾ ബോംബെയിലോട്ട് മൂവ് ചെയ്യാൻ പിൽക്കാലത്ത് പോയത്. 96-ൽ നമുക്ക് അന്നേരം ഹിന്ദിയാണ് എന്റെ ഏറ്റവും ലീസ്റ്റ് സ്കോർഡ് സബ്ജക്ട്. ഹിന്ദി അറിയത്തില്ല. സത്യം പറഞ്ഞ കോപ്പി അടിച്ചിരിക്കുകയാണ് പലപ്പോഴും. ഇനിയിപ്പോ പറയുന്നത് കുഴപ്പമില്ല. അവിടെ ഞാൻ പോയൊരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോ കുറെ കുട്ടികൾ ഇങ്ങനെ അവിടെ രക്ഷപ്പെടുന്നു. ഒരു 6 വയസ്സ് തോന്നിക്കുന്നു വിളിച്ചു. എക്സ്ട്രീംലി മാൽനറിഷ്ഡ്. എന്റെ കഴിഞ്ഞ അവിടെ ഒരു 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നു. 2 പേർ മാത്രമേ എടുത്തു. അപ്പൊ ബാക്കിയുള്ള പിള്ളേരെല്ലാം പൈസയും എന്തൊക്കെ ചോദിക്കുന്നു, ക്ഷീക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്നെ കണ്ടിലോട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല, വർത്താനം പറയാനറിയത്തില്ല. എന്റെ പോക്കറ്റിലോട്ടാണ് പൈസ മൊത്തം ഞാൻ കൂടെ കയ്യിലോട്ട് കൊണ്ടുവന്നത്. സിഗ്നൽ പക്ഷിയായി മുമ്പോട്ട് നീങ്ങി ഞാൻ പുറകോട്ട് തിരിച്ചു പോകുന്നു. കണ്ടത് കാഴ്ച ഒരു 10-21 വയസ്സുള്ള വന്നിട്ട് പൈസ മൊത്തം പിടിച്ചു വലിച്ചിട്ട് നിന്ന് വെറുതെ ഞാനപ്പോ പുള്ളിയിലോട്ട് പോയിട്ട് വളരെ ഡിസ്റ്റർബ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഞാൻ UK പഠിത്തം കഴിഞ്ഞ് വന്നുകൊണ്ട് ഇതെല്ലാം മൊത്തത്തിലൊരു ഡിസ്റ്റർബ് ആയിട്ട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഇഫ് യു ആർ ഗോഡ്, യു ആർ ഗുഡ്, യു ആർ ലവ്, ഇഫ് യു ആർ ഓൾമൈറ്റി, ഇതെല്ലാമാണെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് കർത്താവ്? അപ്പൊ എന്നോട് മറുപടി ഒന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നീ വരുന്നത്? അത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞപ്പം ശരിയല്ല, ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂരെയാകേണ്ട കാര്യമില്ല. ഒരു അനീതി അനുഭവിക്കുന്ന ഒരു കുട്ടിയെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് രക്ഷിക്കാൻ പിള്ളേരെന്ന് പറഞ്ഞാൽ ദേ ആർ ഹെൽപ്ലെസ്, ഡിഫൻസ്ലെസ്. വേറെ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കുട്ടിക്ക് അവളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ഇന്റർഫിയർ ചെയ്യണം. പ്രോവർബ്സിൽ അത് പറയുന്നുണ്ട്, സ്പീക്ക് അപ്പ് ഫോർ ദോസ് ഹു കനോട്ട് സ്പീക്ക് ഫോർ ദംസെൽവ്സ്, ഡിഫെൻഡ് ദ റൈറ്റ്സ് ഓഫ് ദ പൂർ ആൻഡ് ദ വീക്ക്. അപ്പൊ ഇതെല്ലാം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ബോംബെ തന്നെ 3 ലക്ഷം കുട്ടികൾ തിരിവിലുണ്ട് ആ സമയം. അപ്പൊ ഞാനിത് കാർപ്പറ്റരിയിൽ ഇവിടെ വന്നു. ഗോവയിലുള്ള ബൈബിൾ കോളേജ് വന്നു. അപ്പൊ അതൊരു സീസണാണ്. പക്ഷെ ബോംബെ വഴി പോകുമ്പോഴെല്ലാം ഇതെന്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെയാണ്. പക്ഷെ ദാറ്റ് വാസ് വൈ വി ലേറ്റർ ഓൺ മൂവ്ഡ് ടു മുംബൈ. ശരിക്കും മുംബൈയിൽ എവിടെ ആസ്ഥാനമാക്കിയേക്കുന്നത്? എന്താണ് മുംബൈയിൽ ചെയ്യുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങൾ? മുംബൈ ഞങ്ങള് ഇത് ഞാൻ വർഷങ്ങളോളം കാർപ്പറ്റരിയിൽ കിട്ടും. ആ സമയത്ത് ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് 2 പിള്ളേരായി. ഞങ്ങൾ ഗോവ ബേസ്ഡ് ആണ്. ഗോവ വിട്ട് പോകാനുള്ള ഒരു പ്ലാൻ എനിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2003 വീണ്ടും ആക്ച്വലി കെ പി ചായന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് പുള്ളി ഒരു അനുഭവം പറയുകയാണ്. ബോംബെയിൽ ഒരു പത്രം വായിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു പടം, ഒരു 4 വയസ്സുള്ള കുട്ടി വഴി കിടന്നു നഗ്നനായിട്ട്, അതിനടുത്തൊരു തെരുവിലായി. ഈ കുട്ടി ആ പട്ടിയുടെ പാൽ പിടിച്ചു കുറച്ച് ഓടിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് 2 പിള്ളേർ ഈ സംഭവം തിരിച്ചു വീഴുമ്പോൾ ദൈവാത്മാവിനോട് ചോദിക്കാൻ തോന്നി, നിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ, നിന്റെ മോനായിരുന്നെങ്കിൽ നീ ഒരു വിചാരിച്ചു, ഇത് എന്റെ പിള്ളേർ, നീ ഇടപെടണം. അങ്ങനെയാണ് ഞങ്ങൾ മുംബൈയിൽ ഞാനും സെക്കും എന്റെ വൈഫും കൂടെ പോയിട്ട് അവിടെ 10 ദിവസം താമസിച്ചു. തെരുവുകളിലെല്ലാം നടന്നു, ഓരോ ട്രാഫിക് സിഗ്നൽ വരെ പോയിട്ടുണ്ട്. കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് വ്യക്തമായിട്ട് കണ്ടു. അപ്പൊ 2003 അവസാനമായിരുന്നു. 2004 അവിടെ ബെനിഹിന്റെ വലിയൊരു ക്രൂസറുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം ഞങ്ങൾ 2 വോളണ്ടിയേഴ്സുമായിട്ട് മൈൻ സ്റ്റേഷന്റെ വാതിൽ 6 കുഞ്ഞുങ്ങൾക്ക് വടാപ്പാവ് വിളിച്ചു കൊടുത്താണ് ആരംഭിക്കുന്നത്. പിന്നെ അത് 10 ആയി, 15 ആയി. അപ്പം നമ്മളെ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല. നമ്മളൊരു ചർച്ച് പ്ലാന്റിംഗ് മൂവ്മെന്റിൽ വളർന്നു വന്ന വ്യക്തിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഒരു സോഷ്യൽ ആസ്പെക്ട് ഇവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ചെന്ന ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പിള്ളേരെ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വരെ കാണുന്നു. അങ്ങനെ ആയി ഞങ്ങൾ പിന്നെ റോഡ് സൈഡിൽ എടുത്ത് ഇവിടെ പഠിപ്പിക്കാൻ, റോഡ് സൈഡിൽ പഠിപ്പിക്കാൻ, ഫുട്പാത്തിൽ എടുത്ത് ഇവിടെ പഠിപ്പിക്കാൻ. അങ്ങനെ പിന്നെ മൺസൂൺ വന്ന് മഴ വന്നപ്പോൾ വെളിയിടിക്കാനും പറ്റും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ കർത്താവ് ഐഡിയ ബസ് മേടിച്ചിട്ട് ബസ്സിനെ ക്ലാസ് റൂമായിട്ട് ഒരു ബസ് ക്ലാസ് റൂം ആക്കി. അപ്പം ഞങ്ങളൊരു ബസ് ഡോക്ടർ പിന്റോയോട് സംസാരിച്ചു. പുള്ളി ഒരു ബസ്, പുള്ളിയുടെ സ്കൂളിന്റെ ഒരു ബസ് 50% തരാന്ന് പറഞ്ഞു. അപ്പൊ 50% നമ്മുടെ 4 ലക്ഷം രൂപ അത് റേസ് ചെയ്തു. ഒരു ബസ് മേടിച്ചു. അതിന്റെ സീറ്റിന്റെ പുറകിൽ ട്രേഡ് ടേബിൾസ് പണിട്ടത് വെച്ചെഴുതാനാണ്. അങ്ങനെ പിള്ളേരെ ഈ ബസ്സിനകത്ത് കയറ്റി പഠിപ്പിക്കുന്നു. എന്നിട്ട് ഞങ്ങളൊരു ചെറിയ സ്ലബിനകത്ത് പോയി വാടകയ്ക്ക് ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. കാരണം എവറി ഇയർ more than 2 million children in India die of malnutrition. ഈ പിള്ളേരെല്ലാം മാൽനറിഷ്ഡാണ്. ഇവർക്കൊരു ന്യൂട്രീഷ്യസ് മീൽ കൊടുക്കും, ഇവരെ പഠിപ്പിക്കും. നമുക്ക് ബസ്സായി കഴിഞ്ഞപ്പോൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, പല സ്ഥലങ്ങളിൽ ആരംഭിച്ചു. പിന്നെ മൾട്ടിപ്പിൾ ബസ്സസ് ആയി. അങ്ങനെയാണ് അവിടുത്തെ വർക്ക് നമ്മൾ. ഇപ്പൊ നമ്മളെ ബസ് മോഡൽ വിട്ടിട്ട് നമ്മള് സ്ലം കമ്മ്യൂണിറ്റീസിനകത്തോട്ട് പോകാം. നോൺ നോട്ടിഫൈഡ് ഇല്ലീഗൽ സ്ലംസ്, ഏറ്റവും കൂടുതൽ ക്രൈം ഉള്ള സ്ഥലങ്ങളാണ് ഇല്ലീഗൽ സ്ലംസ്. അപ്പൊ അവിടെ ഗവൺമെന്റ് ഒരു സ്കൂളോ ഹോസ്പിറ്റലോ വെക്കത്തില്ല. കാരണം സ്കൂൾ വെച്ച് കഴിഞ്ഞാൽ ലീഗലായി. പക്ഷെ ആളുകൾ അവിടെ 10, 15, 20, 30 വർഷമായിട്ട് താമസിക്കുകയാണ്. ലക്ഷക്കണക്കിന് പിന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ അവിടെ താമസിക്കുകയാണ്, പല പല സ്റ്റമ്പുകൾ. അപ്പൊ ഏറ്റവും വലിയ വിക്ടിംസ് ഈ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ ഈ ക്രൈമിനകത്ത് വളർന്നു വരും. ഇവർക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ നഷ്ടപ്പെടുക. ഇവർ സ്കൂളിൽ പോകാറാകുമ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സാകുമ്പോഴത്തേന് വേണം ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് സ്കൂളിൽ പോകാൻ. അന്നേരത്തേന് ഇവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഈ സ്ലമ്മുകളിലേക്ക് പോയിട്ട് നമ്മളവിടെ നമ്മുടെ തന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്കൂൾസ് ആരംഭിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് വി പ്രൊവൈഡ് എ ന്യൂട്രീഷ്യസ് മീൽ. അതുകൂടാതെ ഇവരുടെ ഫാമിലീസിന്, അമ്മമാർക്ക് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ ഇത് നമുക്ക് 4 സിറ്റികളിലായിട്ട് ഈ വർക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്ര കുട്ടികളെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഒരു റെഗുലർ ബേസിസിൽ ഡയറക്റ്റ് ഇമ്പാക്ട് about 10,000 ചിൽഡ്രൻ. പിന്നെ പ്ലസ് ദെയർ ഫാമിലീസ്. അപ്പൊ ഈ കുഞ്ഞിനെ നമുക്ക് എഡ്യൂക്കേഷനിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കുടുംബങ്ങളെ കൂടെ ടച്ച് ചെയ്തായിരുന്നു. ഇവരുടെ ഫാമിലീസ് നമ്മൾ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവരുടെ ഫാമിലീസിന് അമ്മമാർക്ക് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളുകളിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങള് പ്ലസ് ഫാമിലീസ് ഉൾപ്പെടെ ഒരു 24,000 പീപ്പിൾ നമ്മുടെ ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ആയിട്ട് കൂടുതലായിട്ട്. അപ്പൊ ഈ മുംബൈയിലെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ഈ സാമൂഹ്യ സേവനം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ളത്, സ്ലമ്മിലെ പ്രവർത്തനങ്ങൾ, ഇത് കൂടാതെ ബോംബെയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഉണ്ടോ? മുംബൈ ഞങ്ങൾ പോയി സഭയുണ്ട്. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന അവിടെ പോയി ഞങ്ങൾ ചെറിയൊരു ചാനലാണ് ഞങ്ങളൊരു 7 പേര് കൂടി ആരംഭിച്ചു. ഇപ്പൊ നമുക്ക് 3 സർവീസ് ഉണ്ട്. അതുകൂടാതെ 4 ബ്രാഞ്ച്
ചർച്ച് സംഭവം മുംബൈ. അതുകൂടാതെ ഈ വിഷൻ റെസ്ക്യൂന്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ ഞങ്ങള് മൂവ്മെന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ വേറൊരു എൻറ്റിറ്റി ആയിരുന്നു. അതൊരു സോഷ്യൽ സെക്ടർ തന്നെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജുകളിലും കോർപ്പറേറ്റ്സിലും പോയിട്ട് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്യും സോഷ്യൽ കോസ്റ്റസിലേക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഈ ഇത്തരം കാര്യങ്ങളാണ് മുംബൈ. ഈ ബിജു തമ്പി ഇവിടെ വളർന്ന സാഹചര്യങ്ങൾ വെച്ച് ഇങ്ങനെയുള്ള സാമൂഹ്യ സേവന കാര്യങ്ങൾക്കൊക്കെ ഒരു ഓറിയന്റേഷൻ ലഭിച്ചിട്ടുണ്ട്. സെക്കു വൈഫിന്റെ പേര് സെക്കുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രൊഫസർ ആയിരുന്നു അമ്മ അല്ലെ? ഓക്കെ. അപ്പം അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇതിനോടൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയത് എങ്ങനെ? ഇതൊരു ഭയങ്കര സ്റ്റോറിയാണ്. കാരണം സെക്കൂരിന് ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ സെക്കൂരിന് 18 വയസ്സുള്ളൂ. അപ്പൊ 16 വയസ്സുള്ളപ്പം പുള്ളിക്കാരത്തേക്ക് കർത്താവിന്റെ പേരിൽ ഒരു വിളിയുണ്ടായിരുന്നു. പാസ്റ്റർ PR ബൈബിൾ ചർച്ച ഒരു മീറ്റിംഗ് വെച്ച് കർത്താവിന്റെ പേരിലുള്ള വിളി കിട്ടി എന്നുള്ള ബോധ്യമുണ്ടായി. അത്രയും അറിയത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് തോന്നിയിട്ട്. അപ്പൊ 18 വയസ്സായപ്പോ വിവാഹ ആലോചന വന്നു. അവള് കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിത്തം നിർത്തിയാണ് ഞങ്ങളെ വിവാഹം കഴിച്ചത്. ഷി വാസ് എ വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ്. അമ്മ പ്രൊഫസറാണ്, അമ്മ ഡോക്ടറേറ്റ് ഉണ്ട്, മമ്മിക്കമ്മ. അപ്പം അവരുടെ വീട്ടുകാരും എല്ലാവരും വളരെയധികം എതിർത്തു. ഈ പ്രായത്തിൽ കല്യാണം, വിദ്യാഭ്യാസം നിർത്തിയിട്ട് കല്യാണം കഴിച്ചത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡോക്ടറേറ്റ് ഉള്ളൊരു ആളുടെ മകള് പഠിക്കാൻ ബ്രില്യന്റ് ആണ്. പക്ഷേ ഷീ വാസ് റെഡി ഫോർ ദാറ്റ്. ദൈവാത്മാവ് അവരുടെ ഹൃദയത്തോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കും. ആ പ്രായത്തിൽ തന്നെ സംസാരിക്കും. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പം ഷീ ഹാഡ് നോ ഐഡിയ. വളരെ നല്ലൊരു നോർമൽ ഫാമിലി നടന്നത്. അതായത് ഇപ്പോൾ പപ്പായ ചാച്ചയ്ക്ക് എന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗസറ്റഡ് ഓഫീസറാണ്. മമ്മി മ്യൂസിക് കോളേജ് പ്രൊഫസറാണ്. 3 ജ്യേഷ്ഠതയുണ്ട്. ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ചെറിയൊരു കുടുംബം. വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെയൊക്കെ വളരെ. അപ്പൊ എനിക്ക് അവരുടെ വീട്ടിൽ പോകുമ്പോ ഇതെന്ത് നോർമൽ, എന്റെ നോർമൽ എന്ന് പറഞ്ഞതാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു നോർമൽ നോട്ട് എക്സ്പോഷർ കിട്ടുന്നത്. ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയായിരിക്കും ഇവിടെ. അവർക്ക് വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഒരു ദൈവം അവളെ ആ ഒരു ജേർണിയിലേക്ക്, ഫിറ്റ് ജേർണിയിലേക്ക് കൊണ്ടുപോയി. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് കുറെ ഗിഫ്റ്റ് കിട്ടി. 10,000 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരാൾ എനിക്ക് 10,000 രൂപ ഗിഫ്റ്റ് കൊടുത്തു. പുള്ളിക്കാരത്തി ഓൾറെഡി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അടുത്ത ദിവസം വന്നിട്ട് ആ 10,000 രൂപയുടെ കാര്യം നമുക്കൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അവനത് പോയി അവിടെ ആലോചിക്കേണ്ടത് ആരെയാണ് ഞാൻ കല്യാണം കഴിച്ച് ഇവരുടെ കൂടെ എങ്ങനെ ജീവിക്കും? ശമ്പളം ഉണ്ടോ ഇല്ല, റെഗുലർ ഇൻകം ഉണ്ടോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഈ മുറിയിൽ ഞാൻ പറയുന്നത് നിന്നെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വാർഡ്രോബിനകത്തുള്ള തുണികളെല്ലാം എടുത്ത് കൊടുക്കാൻ പോകും. 2 ജോഡി മാത്രം വെക്കണം. 1-2 ദിവസം ഇടാൻ പോകും. ബാക്കി മൊത്തം കൊടുക്കണം. ഇത് നിറയാൻ പോകും. നമ്മുടെ പൈസ ആയിരുന്നു നമ്മൾ വഴിക്കും പറയാൻ പോകും. കഥാപാത്രങ്ങൾക്ക് ഒരു സൈനായിട്ട് കാണിക്കും. വിതിൻ 2 വീക്സ് എന്റെ വാർഡ്രോബ് ഫുൾ ആയി. ഫോർ ഹർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വഴി, പിന്നെ മമ്മയുടെ അനുഭവങ്ങൾ ഒത്തിരി മമ്മ ഷെയർ ചെയ്തത്. ഡാഡിയുടെ മമ്മയുടെ അനുഭവങ്ങൾ. അപ്പൊ ഈ ഒരു വീട്ടിനകത്ത് വന്ന് ഞങ്ങളുടെ ഡാഡിയുടെ മമ്മയുടെ അനുഭവങ്ങൾ കേൾക്കി. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസ ജീവിതം ആണ് ഇത് നോർമലായിട്ട് കണ്ടുകൊണ്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് അനേകരിലേക്ക് വിശ്വാസം പകരാനായിട്ട് സാധിക്കും. ദൈവം പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്നു. ബിൽഡിംഗ് ഫെയ്ത്ത്. എത്രയോ ആളുകൾ ഇതുപോലെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ലോട്ട് ഓഫ് പീപ്പിൾ പോസിബിലിറ്റീസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ട്രസ്റ്റ് ഗോഡ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും അത്ഭുതം പറയാറുണ്ട്. അപ്പൊ ആ ഒരു ജേർണിയിലേക്ക് ദൈവം അവിടെ ജേർണിയിൽ കൂടെ തരും. ഈ ബിജു തമ്പിയെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടൊരു വലിയ പ്രധാന കാര്യമാണ് അല്ലെ? 15-ാമത്തെ വയസ്സിൽ പാടാൻ തുടങ്ങിയതാണ്. സ്റ്റേജിൽ പെർഫോമൻസ്, പിന്നെ CD ഇറക്കി. അങ്ങനെ അതിനെക്കാട്ടിലൊക്കെ പ്രധാനം ഈ നിങ്ങളുടെ ഫാമിലിക്ക് തന്നെ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ ട്രൂപ്പ് അത് നിങ്ങളുടെ ഫാമിലിയിലാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ തമ്പിച്ചായന്റെയും അമ്മാമ്മയുടെയും സപ്പോർട്ടോടെ ആരംഭിക്കുന്നതാണ്. അപ്പം ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ്, JV പീറ്ററും നിർമ്മലയും അവരെല്ലാം കൂടെ ചെയ്യും.
അതുകൂടാതെ പിന്നെ രാജുവും മാവേലിക്കരയും. ഓക്കെ, യാ. അപ്പൊ ഈ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാലേ, പിന്നെ എന്തൊക്കെ ചെയ്തു, പാട്ടുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, എങ്ങനെ, അത് ഇപ്പൊ അതിന്റെ സ്ഥിതി എന്തുവാ? പാടാറുണ്ടോ അതോ വീട്ടിൽ മാത്രമേ ഉള്ളൂ? ബാത്റൂമിലും മുറിക്കാതൊക്കെയാണ് പാടുന്നത്. പക്ഷെ ഇപ്പോഴും ചർച്ചിൽ പാട്ടായിട്ട് ഒരു വർഷപ്പ് ലീഡേഴ്സ് ഉണ്ട്. എന്നാലും അതാണ് എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് അങ്ങോട്ട് സാധിക്കുന്നുണ്ട്. അവരെന്ത് സൗണ്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും വർഷിപ്പ് ടീമുകളെ വളർത്താനും വർഷിപ്പ് ലീഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ പാട്ടുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഞങ്ങളുടെ മമ്മയുടെ ഒരു വല്യപ്പച്ചൻ തൊമ്മി ഉപദേശി, ഒരു വല്യപ്പൻ ടി ജെ വർക്കിയാശൻ. ഈ രണ്ടുപേരുടെയും മക്കൾ തമ്മിൽ വിവാഹം കഴിച്ചതിൽ ഉണ്ടായ വ്യക്തിയാണ് എന്റെ മമ്മയുടെ അമ്മ. അങ്ങനെ അവിടെ ആരംഭിച്ചതാണ് ഈ പാട്ടുമായിട്ടുള്ളൊരു. ഇപ്പോഴാണ് ചരിത്രം ഒക്കെ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും മനസ്സിലായത്. ഈ തൊമ്മിയുദേശിയുടെ അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ ഇപ്പോഴും പാടുന്ന പാട്ടുകൾ അല്ലേ? ഇന്നലെ ഞങ്ങളിപ്പോ താങ്ക്സ് ഗിവിംഗ് ആണ് 2 ദിവസം. അതെ, ഞങ്ങൾ വീട്ടിൽ ഫാമിലിയായിട്ട് ഇന്നലെ വൈകിട്ട് കൂടിയിട്ട്, മിനിഞ്ഞാന്ന് വൈകിട്ട് കൂടിയിട്ട് നമുക്കെന്താ കർത്താവിന് നന്ദി പറയാം. അതൊക്കെ ഓരോരുത്തരുടെ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ നന്ദി പറയാനുള്ളത്? ഓരോരുത്തരോട് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടാം. ആദ്യം മനസ്സിൽ വന്ന പാട്ട് എന്നോടുള്ളത് സർവ്വസമ്പന്നക്കാരൻ, ഞാൻ എന്ത് ചെയ്യേണ്ടത്, അതിനെക്കാട്ടും നന്ദി പറയാനുള്ള പാട്ട്. ഇത് പാട്ട് മനസ്സിൽ വന്നപ്പോഴാണ് ഓർക്കുന്നത്, ഇന്നത്തെ ഈ താങ്ക്സ് ഗിവിംഗിന് പാടാൻ നമ്മുടെ വല്യപ്പച്ച പണ്ടേ എഴുതി വെച്ച പാട്ട്. അതൊക്കെ ഒരു വലിയ നമുക്ക് കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? സാറേ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പെട്ടെന്ന് മനസ്സിൽ വന്നത്. അപ്പൊ അന്ന് തുടങ്ങിയാണ് ഈ പാട്ടുപാടുള്ള ഒരു ബന്ധം. മമ്മായായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ പാട്ടിന് പ്രോത്സാഹിപ്പിച്ചത്. കാരണം മമ്മായിക്ക് ഈ പാട്ടുപാട്ടുള്ള ഒരു ഫാമിലി ഇതുണ്ട്. മമ്മ രക്ഷിക്കപ്പെടുന്ന ഒരു പാട്ടിനാണുള്ളത്. നടരാജ മുതലിയാർ എന്ന് പറഞ്ഞ ഒരു പത്മ മുതലിയാരുടെ ഹസ്ബൻഡ്. ഇപ്പൊ മമ്മ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും. ഈ പത്മ മുതലിയാർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി മമ്മാരുടെ ക്ലാസ്മേറ്റ് ആണ്. മമ്മ അത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. പുള്ളിക്കാരത്തി അത് രക്ഷിക്കപ്പെട്ട ഓൺ ഫയർ ഫോർ ജീസസ്. മമ്മ ഒരു ദിവസം കോളേജിൽ പോകുന്ന വഴിക്ക്, മമ്മയുടെ ചർച്ചയിൽ നിന്ന് കോളേജിൽ പോകുന്ന വഴിക്ക് ഒരു ചർച്ചിന്റെ പാസ്, മമ്മയുടെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്ന വഴിക്ക് ഒരു ചർച്ചിന്റെ പാസ് അമ്മയെ വിളിച്ചു, മോളെ നീ കോളേജിൽ കൊണ്ടുപോയി ഈ നോട്ടീസ് നോക്കണം, ഒരു ക്രൂസൈഡിന്റെ നോട്ടീസാണ്. മമ്മ ഇത് പ്രായമുള്ള മനുഷ്യയാണ്, നോ പറയാൻ ബുദ്ധിമുട്ടുകൊണ്ട് മേടിച്ചിട്ട് മമ്മയ്ക്ക് നാളെക്കാരാണ് ഈ നോട്ടീസ് കൊടുത്തത്. അപ്പൊ അവിടെ പോയിട്ട് ഈ പത്മാന്റെ വിളിച്ചിട്ട് പറഞ്ഞു, പത്മ ഈ നോട്ടീസ് നീ കൊടുക്കാം, പാസ്റ്റിന്റെ തന്നോട്ടെ, എനിക്ക് കൊടുക്കാൻ നാളെക്കാട്ട്. പുള്ളിക്കാർക്ക് പറഞ്ഞു, ഞാൻ ഈ നോട്ടീസ് കൊടുക്കാം, പക്ഷെ നീ ഈ മീറ്റിങ്ങിന് വേണം. പുള്ളിക്കാരത്ത് മമ്മ എപ്പോഴും സുവിശേഷം പറയും. മമ്മ പക്ഷെ കേൾക്കത്തില്ല, കാരണം ഞാൻ ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയാന്നൊക്കെ പറഞ്ഞു. രക്ഷയുടെ അനുഭവം ഇല്ല, എന്താ പറയുക, സീരിയസ് അനുഭവം. അപ്പം നിവൃത്തിയില്ലാതെ അമ്മ പറഞ്ഞു, ഓക്കെ ഞാൻ വരാൻ പോകും. അപ്പൊ അങ്ങനെ പുള്ളിക്കാർക്ക് ഞാൻ നോട്ടീസ് കൊടുത്തു. മമ്മ മീറ്റിങ്ങിന് പോയി. മമ്മ ഒറ്റയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ആ ക്രൂസൈഡിൽ വെച്ച് ഇത് തമിഴ് പാട്ട്, സിലുവയെ ഞാൻ വിടേ ക്രൂസിനെ തള്ളിയില്ല ഞാൻ, ഇതൊരു മമ്മാതിന്റെ മലയാളത്തിലോട്ട് ആ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ പാട്ട് കേട്ടാണ് മമ്മ രക്ഷിക്കപ്പെടുന്നത്, കർത്താവിന്റെ വഴി പോലീസോളായി. അതുകൊണ്ട് തന്നെ മമ്മായിക്ക് പാട്ടിനോട് ഭയങ്കര പ്രാധാന്യമാണ്, അഫെക്ഷനും അതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. ഒരു പാട്ടിൽ കൂടിയാണ് കർത്താവ് എന്റെ രക്ഷയിലേക്ക് നയിച്ചത്, എന്റെ സുവിശേഷത്തിലേക്ക് വിളിച്ചത്. അതുകൊണ്ട് അവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു പാട്ട് പാടി സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ മമ്മയാണ് പാട്ടിന് വേണ്ടിയിട്ട് തന്നെ എന്റെയും ഞങ്ങളെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. നിങ്ങൾ ഇംഗ്ലീഷ് കോറസുകൾ വെച്ചൊരു CD അതിന്റെ ഇന്ത്യയിലെ ഒരു ആദ്യത്തെ സംരംഭമാണ്. ഓക്കെ, ഈ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ മറിയാമ്മ തമ്പി ഒത്തിരി ആളുകളെ ഇമ്പാക്ട് ചെയ്തു, ഒത്തിരി ആളുകൾ. ഈ ബിജു തമ്പിയെ എങ്ങനെ, അമ്മയുടെ ആ ഓർമ്മ എത്രത്തോളം, എങ്ങനെ അമ്മ എന്ത് സ്വാധീനമാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ ആളുകളെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുക, ലവ് ഫ്രം യു. അതാണ് അമ്മയിൽ നിന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ സ്നേഹമാണ് ആൾക്കാർക്ക് കൂടി എന്ത് ചെയ്യും, എന്ത് റിസ്ക് കൊടുക്കും. ആ സ്നേഹത്തിൽ നിന്നും എന്ത് റിസ്ക്കും ആൾക്കാർ കൂടി എടുക്കും.
കേരളത്തിന്റെ ഏത് തരത്തിലുള്ള ആളുകളെ ചേർത്ത് ഉൾക്കൊള്ളും. അത് ഡാഡി ഉണ്ടാകും. പക്ഷെ അമ്മ ചിലപ്പോൾ ഡാഡി തന്നെ ചോദിക്കും, നീ എന്നെ ഓർത്തോണ്ട് വീടിണ്ടാവും ഡാഡി തന്നെ പലവട്ടം ചോദിച്ച സിറ്റുവേഷനാണ്. അത് ഡാഡിയോട് ചോദിക്കത്തൊന്നുമില്ല. കാരണം ഇവര് വന്നു കഴിഞ്ഞാൽ ഇവരെ കയറ്റി താമസിപ്പിക്കുക. അങ്ങനെ പലരും അഡ്വാൻറ്റേജ് എടുത്ത ആൾക്കാരുണ്ട്, വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും വീണ്ടും അപ്പൊ എത്ര അമ്മായിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ കാര്യം, ആളുകൾ നമ്മളെ എത്ര അഡ്വാൻറ്റേജ് എടുത്താലും ആളുകളെ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും നിർത്തരുത് എന്നുള്ളതാണ് അമ്മായിൽ നിന്ന് ഏറ്റവും വലിയ പഠിച്ച പാഠം. ഈ അമ്മ ഒരു വലിയ ശക്തിയായിരുന്നു അല്ലെ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനും ഒരു മോറൽ കറേജിനും ഒക്കെ അമ്മയുടെ അനുഭവങ്ങളും അമ്മ നമ്മളോട് ഉള്ള ആ സ്നേഹവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരിക്കല് 3000 അടി ഉയരത്തിൽ നിന്ന് ഫ്ലൈറ്റ് താഴേക്ക് പോകുന്ന ഒരു അനുഭവം. അപ്പം അത് എനിക്ക് തോന്നുന്നു അറ്റ്ലാന്റയ്ക്ക് പോകുമ്പോഴോ കാലിഫോർണിയക്ക് പോകുമ്പോഴോ അങ്ങനെ ഏതോ സിറ്റിയിലേക്ക് അത് അമ്മ പോയ ഫ്ലൈറ്റ്, അത് അടുത്ത ഫ്ലൈറ്റ് അത് കത്തിപ്പോയി, അത് വെള്ളത്തിൽ പോയി. എനിവേ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് എന്ത് ക്വാളിറ്റിയാണ് ജീവിതത്തിലേക്ക് എടുത്തിട്ടുള്ളത്? എന്താണ് പിതാവിന്റെ ജീവിതം? ഒത്തിരി വ്യത്യസ്തമായ മേഖലകളിലൂടെ പോയിട്ടുള്ളത്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് എന്തുവാ ബിജു തമ്പിയുടെ ലൈഫിലേക്ക് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞാൽ ഏത് ക്വാളിറ്റീസ് ആണ് പിതാവിൽ നിന്ന് കിട്ടിയത്? ഡാഡിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി, ഞാൻ കണ്ടത് പഠിച്ചതും ധൈര്യം. കാരണം കർത്താവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു കൺവിക്ഷൻ ഉണ്ടായാൽ അത് ലോകം മുഴുവൻ എതിർത്താൻ ആരെന്ത് പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയൊന്നും ചെയ്താൽ അതുകൊണ്ട് ഭയങ്കര ഒരു കറേജിയസ് ഡാഡി. അപ്പൊ അത് ഡാഡിയിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു ഇമ്പാക്ട് അതാണ്. അപ്പൊ അതിന്റെ എഫക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ കാലെടുത്ത് വെക്കുമ്പം ആരും കൂടെ കാണത്തില്ല, പക്ഷെ ധൈര്യമായിട്ട് കാലെടുത്ത് വെക്കണം. പിന്നെ ആ ഒരു കറേജാണ് ഡാഡിയിൽ നിന്ന് ഞാൻ ചേർത്ത്. ഈ ഒരു വളരെ നെഗറ്റീവായ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഈ ഡാഡി ഒരു വലിയ മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി, വലിയൊരു എന്റിറ്റി ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, വലിയ പ്രസ്ഥാനം, ബൈബിൾ കോളേജുകൾ, കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അല്ല, ഞങ്ങള് ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിജു തമ്പി വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ സുവിശേഷം കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ബിജുവിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് കൈകാര്യം ചെയ്താൽ മാത്രം മതിയല്ലോ. ഞാനൊന്നും വാടക വിട്ട് താമസിക്കും, ബോംബെ. ഞങ്ങൾ വാടക വിട്ട് താമസിക്കും. അതിനകത്ത് എനിക്ക് പ്രയാസമൊന്നുമില്ല. ആക്ച്വലി സെക്കുവിന്റെ പപ്പായും മമ്മിയും അവർക്ക് കൊടുത്തൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് ഞങ്ങളൊരു ഫ്ലാറ്റ് മേടിച്ചു. പക്ഷെ അതിന്റെ ലോണിന്റെ കുറച്ച് പൈസ, ബാക്കി പൈസ ലോണാണ്. ആ ലോണിന്റെ എമൗണ്ട് EMI കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വീട് വിറ്റിട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. വീണ്ടും ഞങ്ങൾ വാടകയിലുണ്ട്, റെന്റലിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങൾ റെന്റൽ ഹൗസിൽ താമസിക്കും. ഡാഡി മമ്മായി രണ്ടുപേരും മരിക്കാൻ നേരത്ത് ഒന്നും ബാക്കി വെച്ചിട്ടില്ല പോയെ. ഡാഡി മരിക്കുമ്പം ഡാഡിയുടെ ഡ്രൈവർ സജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗിനകത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അപ്പൊ അത് എടുത്തു വേണം ആശുപത്രിയുടെ ചെലവ് നടത്താൻ. അപ്പൊ 60,000 രൂപ ആ ബാഗിനുള്ളത്. അപ്പം ഇവിടുന്ന് ഡാഡി ആംബുലൻസ് കേട്ടതിനകത്ത് ഡാഡി ഇങ്ങനെ അപ്പൊ ബീന കൂടെ ഉണ്ട്. ബീനയ്ക്ക് മനസ്സിലായി, സജിക്ക് മനസ്സിലായി. സജി പറഞ്ഞ ചേച്ചി എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ പോയി ആ ബാഗ് എടുത്തോണ്ട് പോകുന്നു. ആ ബാഗ് എന്റെ തോളിലായിരുന്നു. 2 ദിവസം കാരിത്താസിൽ കിടന്നു. കാരിത്താസിന്റെ ബില്ല്, ഡാഡിയുടെ ബാഗിലെ പൈസ കൊണ്ട് തന്നെ കാരിത്താസിലെ ബില്ല് തീർത്തു. അതെല്ലാം ഡാഡി ഒന്നും വിളിച്ചു പോയിട്ടില്ല. മമ്മായുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ചങ്ങനാശ്ശേരി പോയി. ചങ്ങനാശ്ശേരി പോയപ്പോൾ ഞങ്ങൾ 4 പേരും വന്ന് ഒപ്പിടണോ. ഞാൻ ശരി, ഇപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ച് വരാൻ പാടില്ല. അപ്പൊ ഞാനൊരു എത്ര രൂപ ഉണ്ട് അതിനകത്ത് ഒപ്പിടാൻ? 10,000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ എടുക്കാനായിട്ട് ഞങ്ങൾ 4 പേര് ഇന്ത്യയുടെ പല ഭാഗത്ത് വരണമെങ്കിൽ അതിന് 10,000 രൂപയ്ക്ക് രൂപ. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വരുന്നതനുസരിച്ച് ഒപ്പിട്ടോളാം, നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാൻസ്ഫർ ചെയ്താന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ ഡാഡിയും അമ്മായും വളരെ ധനികരാണ്. അവരെ ഞങ്ങൾക്ക് വെച്ചിട്ട് പോയ ധനമെന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ദുബായി പോയി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്തിടെ പോവാം. അവിടെ ചെല്ലുമ്പം ഒരു ഞാനെന്ന മോന്റെ കല്യാണത്തിനാണ് പോകുന്നത്. ആ പിള്ളേര് 2 പിള്ളേര്
ചേട്ടൻ വണ്ടിയിലാണ്. അവർ പറഞ്ഞിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യുന്നതും തിരിച്ചു വിടുന്നതും ഞങ്ങളെ അല്ലാതെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല. പിന്നെ എവിടെ പോണെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു 3-4 ലക്ഷറി വണ്ടികൾ ഉണ്ട്. അവര് ഏത് വണ്ടി വേണ്ടി എടുത്തു. വേറൊരു ഫാമിലി അവരുടെ ഈ കരീം എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ആ കരീമിന്റെ ആപ്പ് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എന്റെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പറയും ദുബായ് വരുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് വണ്ടി പിടിക്കാനായിട്ട് ഞങ്ങളുടെ കരീം വഴിയെ ഏറ്റവും നല്ല ലെക്സസ് വണ്ടി പിടിച്ചോളാം. വേറൊരു ഫാമിലിയോട് പറഞ്ഞു അവരുടെ വണ്ടി ഡ്രൈവർ ലെക്സസിന്റെ ഒരു SUV ഉണ്ട്, അതും ഡ്രൈവറും ഉണ്ട്, എപ്പോ വന്നാലും എന്റെ വണ്ടി ഉപയോഗിക്കാവൂ. ഞാൻ ഒരു പ്രാവശ്യം ദുബായ് പോയപ്പം സത്യം പറഞ്ഞ ഹോട്ടലിൽ നിന്ന് പുറത്ത് പോകണം. ഏത് വണ്ടി പിടിച്ചു, ഇവരെ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട്, ഇവരെ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് എന്നിങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തപ്പോൾ ദൈവാത്മാവ് എന്നോട് ഓർമ്മിച്ചു. ഡാഡിയുടെ പടി ഒരു ചെറുപ്പം അന്ന് റാന്നിയിൽ ഒരു ചർച്ച ഉണ്ടാക്കി. അവിടെ പോയി അപ്പൊ അന്ന് ഓരോ വീട്ടിൽ സഭായം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞിട്ട് ആഹാരം കൊടുത്തു. അന്ന് ആഹാരം കൊടുത്തു ഒരു വിധവയുടെ വീട്ടിലാണ്. 3 മക്കളാണ്. ചെറിയൊരു പോലെ പറയാം. നിലത്തിരുന്ന് ചോറും ഉണക്കമീൻ കറി എല്ലാം കൂടെ ആഹാരം ഡാഡി കഴിക്കാൻ തുടങ്ങി. പിള്ളേർ കരയുക. അപ്പൊ ഡാഡി ചോദിച്ചു, മമ്മി പിള്ളേർ ഉദയിച്ച് കഴിച്ചിട്ട് പോക്കൂ, ഞാൻ പിള്ളേർക്ക് കൊടുത്തോളാം. പിള്ളേർക്ക് കൊടുക്കാനില്ല ഇല്ല. അപ്പൊ ഡാഡിക്ക് മനസ്സിലായി. ഡാഡി അറ്റത്തുനിന്ന് കുറച്ച് ചോറ് വാങ്ങി കഴിച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു എഴുന്നേറ്റിട്ട് അന്നത്തെ സ്തോത്ര കാഴ്ച 2 രൂപ 90 പൈസയാണ്. ഓക്കെ, അപ്പൊ അത് ബസ് ഫെയറിനും ഒരാഴ്ച ജീവിക്കാനൊക്കെ അന്ന് തികയും 60കളിൽ. ഡാഡി അമ്മമ്മയെ വിളിച്ചിട്ടുണ്ട്, മമ്മ തിരിച്ചു നമ്മൾ ഈ 2 രൂപ 90 പൈസ പുള്ളിക്കാരത്തിന്റെ കയ്യിലോട്ട് വെച്ച് ഞെക്കി. പുള്ളിക്കാരത്തി മേടിക്കുന്നില്ല, നിർബന്ധിച്ചു കൊടുത്തിട്ട് ഡാഡി നടന്നു. റാന്നി നടന്ന് എരിവേരി വരെ ആയപ്പോഴത്തേനും കാലൊക്കെ നീതി വെച്ചു. എന്നിട്ടൊരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ട്രാക്ട് കൊടുക്കും. പരാതിയൊന്നുമില്ല. ഇത് ഒരു നാരങ്ങാവെള്ളം മേടിച്ച് കുടിക്കാനുള്ള കാശ് പോലും ഇല്ല. ട്രാക്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചിക്കവനങ്കാരൻ്റെ ഒരാള് അവിടെ ബസ് സ്റ്റോപ്പിൽ, തമ്പി എന്നാ ഇവിടെ? അത് ഞാൻ ഇവിടെ ട്രാക്ട് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ആ ചിക്കവനം ബസ് നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ? അല്ല നിങ്ങൾ പൊക്കോ, ഞാൻ പറയാൻ തോന്നും, കാരണം മണിക്കൂലിയില്ല. ചിക്കവനം ബസ് പുള്ളി നിർബന്ധിച്ച് വിളിച്ച് പിരിവ്. ഈ പുള്ളിക്കാരത്തെ ആംഗളമാനം മലബാറിന് പോയി. മലബാറിന് കൊണ്ടുപോയി പിള്ളേരെല്ലാം പഠിച്ചു വലുതായി. ജീവനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ നിലമ്പൂർ സൈഡിലേക്ക് പോയപ്പോൾ ഈ കുടുംബം നമ്മുടെ അവിടുത്തെ ചർച്ചിന്റെ ഭാഗമായിട്ട് മാറി. ഇപ്പൊ ഡാഡിയെ ചരിത്രം പറഞ്ഞത് അവിടുത്തെ ഹാളിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഈ അമ്മാമ പ്രായമായി ഉപദേശി എനിക്കത് കാണണം. റാന്നിക്കാരുടെ ഡാഡിയെ അവസാനം പോലെ ഉപദേശി നൽകി. എന്നിട്ട് 1000 രൂപയുടെ അന്ന് 1000 രൂപയുള്ള ഒരു ബണ്ടിലെടുത്ത് കൈ ഒന്ന് കാണിച്ച് കയ്യിലോട്ട് വെച്ച് ഞെക്കിയിട്ട് പറഞ്ഞു, ആ 2 രൂപ 90 പൈസ ഓർക്കുന്നുണ്ടോ? ഈ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഏത് വണ്ടി വിളിക്കണമെന്ന് ഓർത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എടാ നിന്നെപ്പം പൈസ എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വീടായിരിക്കാനാണ്. കാരണം അന്ന് റാന്നിന്ന് എരുവേലിക്ക് നടന്നപ്പോ, എരവേലി വരെ നടന്നപ്പോ ചിങ്ങവനം വരെ നടക്കാൻ നടിയായിരുന്നു. ഓരോ സ്റ്റെപ്പും ഞാൻ കണ്ടു നടന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വെച്ചു പോയ പൈസയിലല്ല നിന്റെ ധനം, പൈസ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ രാജകീയമായിട്ടാണ് ദൈവത്തിന്റെ ഫേവർ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ഫേവർ ഭയങ്കരമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് പൈസയായിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഫേവർ ഇസ് ഇൻക്രീഡിബിൾ. നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ത്യാഗം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. കർത്താവിന് വേണ്ടി എല്ലാം വിട്ട് ഇറങ്ങിയ ആളുകളായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം പണമായിട്ടും ധനമായിട്ടും നമുക്ക് ലഭിക്കും. അത് പലപ്പോഴും അങ്ങനെയും വരാം. പക്ഷെ അതിനേക്കാളല്ല ഉപരിയായിട്ട് എത്ര പണം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളാണ് കർത്താവ് നമ്മൾ ലഭിക്കുന്നത്. ഡാഡിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്നേഹിതരുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹിതർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പാസ്റ്റർ KC ജോൺ. മറ്റു സഭയുടെ ലീഡർഷിപ്പിലാണെങ്കിലും അവർ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹിതരായിരുന്നു. ഈ ബിജു തമ്പി ഇപ്പോൾ ഒരു സഭയുടെ ലീഡർഷിപ്പിലാണ്. ഈ മറ്റേതെങ്കിലും സഭകളിൽ അങ്ങനെ ഈ ഡാഡിക്കുണ്ടായിരുന്ന പോലെ ആത്മാർത്ഥ സ്നേഹിതരായ ലീഡേഴ്സ് ഉണ്ട്? എന്റെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറേഷനിലുള്ള പല ആളുകളുമായിട്ട് നല്ല വ്യക്തിപരമായ ബന്ധമുണ്ട്. സൗഹൃദങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ അതോ ഡാഡി പുലർത്താൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്? ഡാഡിയുടെയും കയ്യിൽ നിന്നും അമ്മായിയുടെ കയ്യിൽ നിന്നും രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഒരുപോലെ പഠിച്ച ഒരു കാര്യമാണ്. ബന്ധങ്ങൾക്ക് ഭയങ്കര വിലയാണ്, പ്രാധാന്യമാണ്. അതൊന്നും അവരുടെ വല്ല കിട്ടുന്നു ഓർക്കുന്നുമല്ല. ബന്ധങ്ങൾ അതിനകത്ത് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ റിവാർഡ്.
അവര് ബന്ധമാണ് ഏറ്റവും വലിയ റിവാർഡ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആരെന്നോ പിന്നാരെന്നോ ഒന്നുമല്ല, വ്യക്തികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഓക്കെ, ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മക്കള് ഉണ്ട് അല്ലെ? അവരെന്തോ ചെയ്യുന്നു, പേരൊക്കെ ഒന്ന് പറയാം. ചെമ്പത്തി 25 വയസ്സ്. ചെമ്പത്തി ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്. മുംബൈ ബേസ്ഡ് ആണ്, മുംബൈ തന്നെ. നെയ്ത്തൻ രണ്ടാമത്തെ ആള് 23 വയസ്സ്. അവൻ പഠിച്ചത് മ്യൂസിക് ആൻഡ് പ്രൊഡക്ഷൻ. ചെമ്പത്തി പഠിച്ച എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസറാണ്. അത് വിട്ടിട്ട് നെയ്ത്തൻ പഠിച്ചത് മ്യൂസിക് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. പക്ഷെ അവനിപ്പോ കൂടുതൽ എൻ്റെ കൂടെ മിനിസ്ട്രിയിൽ കർത്താവിന്റെ പേരെ കൊടുത്തു. വിളിയെ കർത്താവ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അതിനെ കൊടുത്തു. മിനിസ്ട്രിയിലേക്ക് അവൻ ഇമ്പോർട്ട് ആവുന്നു. അപ്പൊ അവരിപ്പം മ്യൂസിക് ഒക്കെ ചെയ്ത് ഹി വിൽ ഏൺ സം മണി. പക്ഷെ ട്രാവൽ ചെയ്ത് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിൽ പോകും, താമസിക്കുകയും പാസ്റ്റർമാരോട് താമസിക്കുകയും. അപ്പൊ അത് ഞാൻ പറഞ്ഞ ആദ്യം ഇന്ത്യ മനസ്സിലാക്കി ആ ഒരു സ്റ്റേജിലാണ്. മൂന്നാമത്തെ ആള് ബെഞ്ചമിൻ 14 വയസ്സ്, 9ാം ക്ലാസ് പഠിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു സമയം നമുക്ക് ഒന്നിച്ചിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ പുതിയ ഒരു തലമുറയിൽ ഒരു ജനറേഷൻ മാറി ഒരു പുതിയ ജനറേഷനിലേക്ക് ലീഡർഷിപ്പ് വരുന്നു. സഭ ആ നിലയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പുതിയ കുതിപ്പിനൊക്കെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ആരബ്രഹാമിന്റെ ഒരു ബാക്കിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടെന്നറിയാം. അതിന്റെ കൂടെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ വി എ തമ്പിയുടെയും മറിയാമ്മയുടെയും ആ ലെഗസി അതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.